ഇന്നത്തെ ദിവസം കണ്ട രണ്ട് വീഡിയോകളെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു പോലീസുകാരി വിദ്യാർത്ഥികളോട് പറഞ്ഞ ഒരു ഡയലോഗാണ്. ഞങ്ങൾ നിങ്ങളെ പോലെ നക്കാപ്പിച്ച വാങ്ങിച്ച് അല്ലെങ്കിൽ നക്കാപ്പിച്ചക്ക് ജോലി ചെയ്യുന്നവരല്ലെന്ന്. ശരിക്കും അതൊരു പോലീസുകാരിയുടെ വാക്കുകളിൽ നിന്ന് വരേണ്ടതാണ്. നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം. ഇത് കണ്ടപ്പോ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന തള്ളസ്വഭാവം അല്ലെങ്കിൽ എവിടെയോ ആരെയൊക്കെയോ താത്തി കാണുന്ന, അതായത് തന്റെ ഉള്ളിൽ എവിടെയോ ഒരു വലിയ താൻ എന്തോ വലിയ ഒരു ഇതാണ്, തന്റെ താഴെ നിൽക്കുന്നവരൊക്കെ തന്നിലും എന്താ പറയുന്നത്, ആരെയും തന്നെ ഒരു വളരെ മോശമായിട്ട് കാണുന്ന ഒരു രീതി. അതായത് നമ്മൾ പണ്ട് പോലെ കണ്ടിട്ടുണ്ട്, അവൻ പണ്ടാരക്കാരൻ അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെ കൊണ്ട് അത്രയ്ക്കൊക്കെ ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ചില ചാളുക്ക് വർത്താനം, അങ്ങനത്തെ ഒരു വർത്താനാണ് ഈ പോലീസുകാരുടെ വായിൽ നിന്ന് വന്നത്. അതായത് ഒരിക്കലും പിള്ളേരോട് പറയേണ്ട ഒരു വാക്കല്ല. സത്യം പറയാൻ, നിങ്ങൾ അവിടെ വന്ന് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും, പോലീസുകാർ ജോലി ചെയ്യണം, പോലീസുകാരെ പഠിപ്പിക്കാൻ നമ്മൾ ആരുമല്ല. പക്ഷേ നിങ്ങൾ അവിടെ വന്ന് ആ പ്രൊട്ടസ്റ്റിനെതിരെ, ആ പ്രൊട്ടസ്റ്റ് വലിയ പ്രശ്നമാകുമ്പോഴത്തേക്കും അതൊന്ന് ശാന്തമാക്കാനും അതിനു വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വായി വരുന്ന വർത്താനം ഇങ്ങനെയല്ല പറയുന്നത്. കാരണം പിള്ളേർ പഠിക്കുന്നുണ്ട്, അവർ പഠിച്ചു വരുന്നത് അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരുടെ വായിന്ന് വന്ന വർത്താനം മോശമായി പോയി, അതുകൊണ്ടാണ്. അപ്പൊ അവര് പഠിക്കും, അവർ പഠിച്ചതിന് ശേഷം അവർ ഏതെങ്കിലും ഒരു ഉന്നത എന്താ പറയുന്നത് ഉദ്യോഗം നേടിക്കഴിയുമ്പോൾ അവർക്ക് ഈ പറയുന്ന നക്കാപ്പിച്ച പരിപാടിയൊന്നും ആയിരിക്കില്ല, നല്ല നിലയിൽ തന്നെ എത്തും. എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാൻ വേണ്ടി വരുന്നതും അവരുടെ ഒരു ഉദ്ദേശവും നല്ല നിലയിലേക്ക് പഠിച്ച് നല്ലൊരു ജോലി നേടി നല്ലൊരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ ചിലർ ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിന്റെ അകത്ത് അവരുടേതായ രാഷ്ട്രീയവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ആ രാഷ്ട്രീയം ആ ആദർശത്തോട് ചേർന്ന് നിന്ന് ഭയങ്കര പ്രവർത്തനം പരിപാടികളെല്ലാം നടത്തും. അതിപ്പോ എല്ലാ പാർട്ടിയിലുള്ള യുവ രക്തങ്ങളെല്ലാം ചെയ്യുന്ന പരിപാടികളാണ്. അവിടെ അതിര് കടക്കുമ്പോൾ നിങ്ങൾ വേണം, അതിര് കടന്നു പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിര് കടക്കുമ്പോൾ അത് പ്രശ്നമാണ്. പോലീസുകാർ അവിടെ വേണം, പോലീസുകാർ ഉറപ്പായിട്ടും എന്താ പറയുന്നത് ഇല്ലാതെ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള വർത്താനങ്ങൾ യുവാക്കളോട് അല്ലെങ്കിൽ യുവതികളോട് പറയുമ്പോൾ അത് ഭയങ്കര ശോകമാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം നമ്മളെ ഒരുമാതിരി തരം താത്തുന്ന രീതിയിലുള്ള സംസാരം, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിള്ളേരെ തരം താത്തിയോണ്ടുള്ള ഒരു സംസാരമാണ് അത്. എവിടുന്നൊക്കെയോ നമ്മൾ ഈ പറയത്തില്ലേ, നമ്മൾ ഈ ഒന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടുന്നേലും ഒക്കെ നമ്മുടെ ഇത്രയും നാളത്തെ വർഷം, അത്രയും വർഷം ജീവിച്ചതിൽ നിന്ന് ആകെ കിട്ടിയത് ബാക്കിയുള്ളവരെ എല്ലാം വെറും ഏഴാങ്കുലികളായി കാണുക എന്നുള്ളതാണ്. അതിപ്പോ അവർക്കൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ടും ഉദ്യോഗം ഉള്ളത് കൊണ്ടും ബാക്കിയുള്ളവരെ അങ്ങനെ വളരെ എന്താ പറയുന്നത് വെറും തരം താന്ന് അല്ലെങ്കിൽ തങ്ങളുടെ കാലിന് ചൂട്ടിക്കിടക്കുന്ന ആളുകൾ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് അവിടെ പ്രശ്നം. ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. ആ ഒരു അമ്മയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരാൻ പാടില്ലായിരുന്നു. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ഇതിനെക്കുറിച്ച് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയാണ് നമ്മൾ മനുഷ്യന്മാര് വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ നിയമപാലകരാണ്. പ്രശ്നം ഉണ്ടാകുന്നിടത്ത് ചെല്ലുക എന്നുള്ളതാണ്. വിഷയം ഉണ്ടാകുന്നിടത്തെ പ്രശ്നം ഉണ്ടാകുന്നിടത്ത് ചെന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൈകൾ പോലീസുകാർ ശരിയാണ്, പല സമയങ്ങളിലും അവർ ബുദ്ധിമുട്ടുന്ന കാണാം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ദയവായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഇതിപ്പം വീഡിയോ ആരെങ്കിലും കാണുമെന്ന് പോലും അറിയത്തില്ല, എങ്കിൽ പോലും എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയതാണ്. ഇനി രണ്ടാമത്തെ ഒരു വാർത്തയുടെ ഒരു സംഭവം ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. സ്കൂൾ വരാന്തയിൽ ഇരുന്ന വിദ്യാർത്ഥിനികൾ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു. കന്യാകുമാരി ജില്ലയിലെ തക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ ഈ സംഭവം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ചില പെൺകുട്ടികൾ ക്ലാസ്സിൽ വരാന്തയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒപ്പം അതിനൊപ്പം തന്നെ മദ്യപിക്കുകയും ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഇവർ സംസാരിക്കുന്നതും മദ്യപാനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഭക്ഷണം എത്തിക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എന്തിനാണ് എടുക്കുന്നത് എന്നൊരു കുട്ടി ചോദിക്കുന്നതും ഇത് കണ്ടല്ലോ. ചെറിയ ക്ലാസ്സിലെ പെൺകുട്ടികളാണ് മദ്യപിക്കുന്നത്, അതും സ്കൂൾ വരാന്തയിലോ വെച്ചാണ് മദ്യപിക്കുന്നത്.
അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പരിസരത്ത് വെച്ചാണ് മദ്യപിക്കുന്നത്. ഇത് അവര് ഫോണിൽ വീഡിയോ ആക്കിയിട്ട് അത് പുറത്തേക്ക് വന്നു. അപ്പം 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് ബീവറേജിൽ നിന്നോ ഒന്നും മദ്യം കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പെൺകുട്ടികൾക്ക് എങ്ങനെ മദ്യം കിട്ടി? ഇതെങ്ങനെ അവരുടെ കൈവശം വന്നു? ഇത് ആരവരുടെ കയ്യിൽ കൊടുത്തു? ഇത് എത്തിച്ചു നൽകിയവരും കുറ്റവാളികള്, മദ്യം കുടിച്ച കുട്ടികളും കുറ്റവാളികൾ, എല്ലാവരും കുറ്റവാളികൾ. പെൺകുട്ടികൾ ചെയ്ത് ശരിയായില്ല. ഇത് മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, അധ്യാപകരുടെ ശ്രദ്ധക്കുറവും ഉണ്ട് ഇതിനകത്ത്. പറഞ്ഞിട്ട് കാര്യമില്ല. അധ്യാപകർക്കും ഭയങ്കരമായ റെസ്ട്രിക്ഷൻസ് ആണല്ലോ വെച്ച് കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ ശാസിക്കാനോ ശിക്ഷിക്കാനോ പറ്റത്തില്ല. ഒന്ന് ശാസിച്ചാലോ ശിക്ഷിച്ചാലോ അപ്പ കിടക്കും അടുത്ത സ്കൂളിലോട്ട്. എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത കാട്ടുമുക്കിലോട്ട് നിങ്ങളെ തട്ടുമെന്ന് പറയുന്ന രീതിയിൽ അടുത്ത ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷണ നടപടികളോ ഒക്കെ സ്വീകരിക്കും. ഇങ്ങനെ വരുമ്പം കുട്ടികൾ ഇങ്ങനെ വഴിപഴിച്ചു പോകും. ഈ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന സാധനം സ്കൂളുകളിൽ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പക്ഷെ അതിന് വളരെ ഒരു പരിധി ഉണ്ടായിരുന്നു, വളരെ പരിമിതമായ ഇത്. കാരണം അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. സാറുമാരുടെ കണ്ണിപ്പെട്ട അപ്പ കിട്ടും, ചൂരലുകൊണ്ട് അടിയുടെ പേട്ടയായിരിക്കും. അങ്ങനെ തല്ലു മേടിച്ച് ഈ പറയുന്ന സാധനം സ്കൂളുകളിൽ ഉപയോഗിക്കാത്ത കുറേയധികം കുട്ടികളുണ്ടായിരുന്നു. 95% അല്ലെങ്കിൽ 96% കുട്ടികളും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കില്ലായിരുന്നു. ബാക്കി ഒരു 4% 5% ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ഒരു പതിവ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര കൂടുതലാണ്. കാരണം അധ്യാപകർക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല, കുട്ടികൾ കാള കളിച്ച് നടക്കുകയാണ്. ഇപ്പം കൊറോണ ടൈമിൽ എല്ലാവരുടെയും കയ്യിലോട്ട് ഫോണും കൂടെ വെച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് ഫോണിൽ കൂടെയാണ് കംപ്ലീറ്റ് പരിപാടി, മെസ്സേജിങ് പരിപാടി, കുപ്പി ഭണ്ഡാരം. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇഷ്ടംപോലെ കേസുകളാണ് ഈ എന്താ പറയാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പോക്സോ കേസുകൾ വരുന്നു. പ്രായപൂർത്തിയായ കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പീഡനത്തിൽ ഇരയാവുന്നു എന്നുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ലേ ഇത്. ഈ ഒരു സ്കൂളിൽ കുട്ടികൾ, പെൺകുട്ടികൾ മദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദ്യം അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സിസ്റ്റത്തെ പേടിയില്ല, ആരെയും പേടിയില്ലാത്തൊരു ലെവലിലേക്കാണ്. അങ്ങനെ ഒരു നിയമ സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു നിയമ സംവിധാനത്തെ ഇങ്ങനെ കാണുമ്പോൾ, വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും കാണുമ്പോൾ നമ്മളെ ഒന്നും ചെയ്യത്തില്ല, നമ്മൾ എന്ത് വേണേലും കാണിക്കാം, നമുക്ക് എന്തും കാണിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കാളകളിച്ച് നടക്കും, ഇതുപോലത്തെ പരിപാടി കാണിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഭാവി കളയുന്ന ഒരു അവസ്ഥയാണ്. കാരണവന്മാർക്ക് പോവും, പിന്നെ ആ വിദ്യാർത്ഥിനികൾക്ക് ഇപ്പൊ ഏകദേശം പേര് പോയിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ചില ആളുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ചിലര് എങ്ങനെയൊക്കെ സംഭവിച്ചാലും പോട പുല്ല് അല്ലെങ്കിൽ പോട്ട പുല്ല് വരുന്നിടത്ത് വെച്ച് കാണുന്നുള്ള മൈൻഡ് സെറ്റാണ്. ആദ്യം ഈ നമ്മുടെ നിയമ സംവിധാനങ്ങളിലൊക്കെ ഒരു ഒളിച്ച് അടുക്കൽ പരിപാടികൾ നടത്തണം, നല്ല രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കണം. കാരണം സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഒരു പേടിയില്ലാതെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അധ്യാപകരില്ലേ? എന്തുകൊണ്ട് അധ്യാപകരുടെ കണ്ണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെടുന്നില്ല? പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല സമയങ്ങളിലും ബാഗുകളിലൊക്കെ ചെക്കിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. ബാഗിൽ എന്തൊക്കെയുണ്ട്, വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും കാണത്തില്ല. പാഠപുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരും. സാറന്മാര് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് പോകും. എനിക്ക് തോന്നുന്ന ഉത്തരവാദിത്തത്തോടുകൂടി അധ്യാപകർ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോട് പെരുമാറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒഴിവാക്കാം. പക്ഷെ അവിടെയും ശിക്ഷണം എന്നുള്ളൊരു കാര്യം നടക്കാത്തത് മൂലം നമ്മൾ ഒരു തെറ്റ് കണ്ടാൽ അതിനെ ശിക്ഷിക്കണം. ശിക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും പേടി എന്ന് പറയുന്ന സാധനം വരത്തില്ല. പിന്നെ ഇതിന്റെ അപ്പുറം കാണിക്കും. നമ്മൾ സ്കൂളുകളിലൊക്കെ ഇഷ്ടം പോലെ അന്ന് കാലത്ത് അടി കൊണ്ട കഥയൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അടി കൊണ്ടത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവം നമ്മൾ കുറച്ച് പേടി നമ്മുടെ ഉള്ളിൽ കാണും. അയ്യോ അങ്ങനെ പാടില്ല എന്നുള്ളത്. ഇപ്പം പേടിയുമില്ല, എന്ത് വേണേലും ആകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അത് നമ്മളീ പറയത്തില്ലേ, 18 വയസ്സ് പോലും തികയാത്ത പിള്ളേരാണ് ഈ കാണിക്കുന്ന കാട്ടായം കണ്ടത്, നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇതൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാ സിസ്റ്റം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി തൂഫാൻ പോലുള്ള പരിപാടികളെല്ലാം കൊണ്ടുവരുമ്പോഴും ഇങ്ങനെയുള്ള പരിപാടികൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇത്. കാരണം ഇപ്പോഴും ഈ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ പോലും ഇപ്പോഴും MDMA പോലെയുള്ള സാധനങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കുറേയും പിടിക്കപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അല്ലെങ്കിൽ ലഹരി പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ലഹരിയുമായി പിടിക്കപ്പെടുമ്പോൾ ഇവരെ കുറച്ച് നാളത്തേനും വല്ലതും അകത്തിട്ടിട്ട് പിന്നെയും പുറത്തേക്ക് വിടുവാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താണ് ഒരു അവസാനം ഉണ്ടാകുന്നത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ തുടങ്ങണം മക്കളെ നല്ല രീതിയിൽ വളർത്താനും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകരുടെ ശ്രദ്ധ വേണം.
കാരണം അവർക്ക് ശിക്ഷിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷണ നടപടികൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മാതാപിതാക്കളെ അറിയിക്കാമല്ലോ. കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം അല്ലാത്ത പക്ഷം എന്തെങ്കിലും ഒരു രീതിയിൽ അറിയാതെയുള്ള അധ്യാപകരൊന്ന് ശാസിച്ചു കഴിഞ്ഞാൽ കുട്ടി അത് വേറെ രീതിയിൽ പോയി വീട്ടിൽ പറയും, വീട്ടുകാർ വന്ന് അധ്യാപകനെ ചീത്ത പറയും, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കും. അപ്പം നൈസായിട്ട് കുട്ടികൾ ഊരിപ്പോരുകയാണ്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് ഇപ്പോഴത്തെ സിസ്റ്റം. നല്ല അധ്യാപകരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കുട്ടികളെ ആ ഒരു രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. ആർക്ക് ഞാൻ വേദനിച്ചിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം, പക്ഷെ കണ്ടപ്പോൾ എനിക്കങ്ങ് തോന്നി. കാരണം ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ, കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ചെറിയ ക്ലാസ്സിലെ ഒക്കെ ഉള്ള പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അവര് ക്ലാസ്സിലിരുന്ന് അവര് വട്ടം കൂടിയിരുന്ന് വർത്താനം പറിച്ചില്ല, അവരുടേതായ തമാശകൾ പറയുക, കാര്യങ്ങൾ. അല്ലാതെ ഇങ്ങനത്തെ ഈ ലഹരിയുമായിട്ടുള്ള വിക്രിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു അന്ന് കാലത്ത്. അപ്പോഴാണ് കളം മാറുന്നത്. എന്തോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവം എന്ന് വിചാരിച്ചിട്ടായിരിക്കും, വെറുതെയാണ്.